കഴിഞ്ഞ LDF സർക്കാരിൻ്റെ, അതായത് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും മികവുറ്റ വികസന പ്രവർത്തനങ്ങളൊന്നാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ കഠിനാധ്വാനവും സുത്യർഹമായ സേവനവും അനുഷ്ഠിച്ച് ഒരുപാട് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയതാണ് അതിൻ്റെ MD ആയിരുന്ന നമ്മുടെ ദിവ്യ എസ് അയ്യർ. ദിവ്യ എസ് അയ്യറെ IASനെ ഇപ്പോൾ UDF അധികാരത്തിൽ വന്നപ്പോൾ ആ MD സ്ഥാനത്ത് നിന്ന് മാറ്റി വീഡിയോ ഒന്ന് കണ്ടു. UDF അധികാരത്തിലെത്തിയതിനു പിന്നാലെ വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിലും ദുരൂഹത. ചട്ടങ്ങൾ ലംഘിച്ചതിന് അദാനി കമ്പനിക്ക് നിരവധി തവണയാണ് ദിവ്യ എസ് അയ്യർ നോട്ടീസ് നൽകിയത്. 10-ലധികം തവണ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതായാണ് വിവരം. ഇതിൽ അദാനി കമ്പനി അസ്വസ്ഥരായിരുന്നുവെന്നാണ് സൂചന. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അപ്പോ ദിവ്യ എസ് അയ്യരെ മാറ്റിയത് വെറുതെയല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ അദാനി കമ്പനിയുടെ പ്രതിനിധിക്ക് അലോസരമുണ്ടാക്കുന്ന തരത്തിൽ കൃത്യമായി ചട്ടങ്ങൾ ലംഘിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം നോട്ടീസ് നൽകിയിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് പലതവണയും പിഴയടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരാതികൾ നൽകിയിരുന്നു. അതിൽ വിശദീകരണമൊക്കെ നൽകാൻ കമ്പനിക്ക് ബാധ്യതയുണ്ടായിരുന്നു. ഒടുവിൽ വിശദീകരണങ്ങളൊക്കെ നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തങ്ങൾക്ക് അലോസരമുണ്ടാക്കുന്ന ദിവ്യ അവിടെ പോർട്ടിന്റെ MD ആയിട്ടിരിക്കുന്നതിനോട് അദാനി ഗ്രൂപ്പിന് താല്പര്യമില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലെ TV പ്രസാദ്? അരുൺ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ദിവ്യ എസ് അയ്യർ അവിടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന, അതായത് ഇപ്പോൾ വിവാദമായ ഒരു വിഷയം, ആ വിഷയം ഒരുപക്ഷെ മറ്റു തലത്തിലേക്ക് പോകുമായിരുന്നു എന്ന് അദാനി കമ്പനി കരുതി കാണണം. നമ്മൾ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തതേ, ഈ വിഴിഞ്ഞം തുറമുഖത്ത് അദാനി കമ്പനി നിയമലംഘനം നടത്തിയതിന് നമ്മുടെ MD ആയിട്ടുള്ള ദിവ്യ എസ് അയ്യർ നോട്ടീസ് കൊടുത്തതിന് ദിവ്യ എസ് അയ്യരെ മാറ്റണത് എന്തിനാണ്? അതിനകത്താണ് ഒരു ദുരൂഹത ഉള്ളത്. ആ ദുരൂഹത എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ആ വീഡിയോ ഒന്ന് കണ്ടു. സർക്കാരും വിഴിഞ്ഞം പോർട്ടുമായി നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും ഒരു ഇന്റർമീഡിയറി വിഭാഗമുണ്ട് കേട്ടോ. അതിനെ വിസിൽ എന്നാണ് വിളിക്കുക. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹം സർക്കാർ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ കമ്മിറ്റിയിൽ 3 അംഗങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തെയാൾ തുറമുഖ വകുപ്പ് സെക്രട്ടറി, രണ്ടാമത്തെയാൾ ധനവകുപ്പ് സെക്രട്ടറി, മൂന്നാമത്തെയാൾ നിയമവകുപ്പ് സെക്രട്ടറി. ഇവരാണ് മറ്റംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 വകുപ്പുകളും, അതായത് തുറമുഖം, ധനം, നിയമം, ഈ വകുപ്പുകൾ ആരാണ് ഭരിക്കുന്നത്? ഈ വകുപ്പുകൾ ആരുടെ കയ്യിലാണ്? മുഖ്യമന്ത്രി VD സതീശന്റെ കയ്യിലാണെന്നേ. അതിലൊരു നിഗൂഢതയും നമ്മൾ ആരോപിക്കുകയല്ല കേട്ടോ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിനായി കണ്ടെത്തിയ വകുപ്പുകളാണിത്. പക്ഷെ പ്രശ്നം എന്താണ്? ധനവകുപ്പിലായാലും തുറമുഖ വകുപ്പിലായാലും നിയമവകുപ്പിലായാലും ഫയലിൽ ഒപ്പുവെക്കുന്നത് ഒറ്റയാൾ തന്നെയാണ്. അത് VD സതീശനായിരിക്കും. അതാണ് പ്രശ്നം. ആദ്യം തുറമുഖ സെക്രട്ടറി ഫയൽ പരിശോധിക്കും, എന്നിട്ട് തുറമുഖ മന്ത്രിക്ക് സമർപ്പിക്കും. അത് VD സതീശനാണല്ലോ. ഇനി തുറമുഖ മന്ത്രി ആയ VD സതീശൻ അത് ധനമന്ത്രിയായ VD സതീശന് തന്നെ അയക്കും. അത് സതീശൻ തന്നെ പരിശോധിക്കും. എന്നിട്ട് ധനമന്ത്രിയായ സതീശൻ ഇത് നിയമമന്ത്രിയായ സതീശന് തന്നെ അയക്കും. അതും അദ്ദേഹം തന്നെ പരിശോധിക്കും. എന്നിട്ട് ഈ അഭിപ്രായങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒടുവിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. അതിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സതീശൻ തന്നെ എടുക്കും. ഇതാണെന്നേ നടക്കാനിരിക്കുന്നത്. ഇനിയിപ്പം ഉദ്യോഗസ്ഥ തലത്തിൽ ഈ കാര്യം ആരാണ് ആദ്യം പരിശോധിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും അത് തുറമുഖ സെക്രട്ടറി ആയിരിക്കുമല്ലോ. വിഴിഞ്ഞം അദ്ദേഹത്തിന്റെ വകുപ്പാണല്ലോ. ആരാണ് തുറമുഖത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്? രതൻ യു ഖേൽക്കർ ആണ് ഈ തുറമുഖ സെക്രട്ടറി എന്ന് പറയുന്നത്. അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹം തന്നെയാണ് കേട്ടോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും. ചുരുക്കത്തിൽ ഞാനും അപ്പനും സുഭദ്രയും എന്നൊരു പരിപാടിയാണ്. സത്യത്തിലേ ഒരു കളങ്കമില്ലാത്ത, ഒരു അഴിമതിയില്ലാത്ത, സുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്ന നമ്മളുടെ IAS ആയിട്ടുള്ള ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ MD ദിവ്യ എസ് അയ്യർ അവിടെ MD സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഞാനും അപ്പനും സുഭദ്രയും കൂടി നടത്തുന്ന ഈ കള്ളത്തരങ്ങൾ കേരള ജനത അറിയും. അതുകൊണ്ട് തന്നെയാണ് ഈ MD സ്ഥാനത്ത് നിന്ന് ഈ ദിവ്യ എസ് അയ്യരെ മാറ്റാനുള്ള കാരണം. കേരളത്തിലെ ജനങ്ങളോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? വിഴിഞ്ഞം തുറമുഖ പദ്ധതി അദാനി ഗ്രൂപ്പിന് വിറ്റാൽ എന്താ, വിറ്റില്ലെങ്കിൽ എന്താ? ഇതൊന്നും കേരള ജനതയ്ക്ക് വിഷയമേ അല്ല. കാരണം എന്താണെന്നറിയാമോ? ഇരിക്കുന്നൊരു മുഖ്യമന്ത്രിയെ കിട്ടിയില്ലേ, സന്തോഷായില്ലേ? അത് മതി.